ഏകാദശിയുടെ ഐതിഹ്യം എന്നു പറയുന്നത് കൃതായുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന മുരാസുരൻ എന്ന് പറയുന്ന ഒരസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ദേവലോകത്തിലെ എല്ലാ ദേവന്മാരും മഹാവിഷ്ണു ഭഗവാനും ചേർന്ന് യുദ്ധം ആരംഭിച്ചു. അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ ഭഗവാന് ക്ഷീണമുണ്ടാകുകയും വിശ്രമിക്കാനായിട്ട് കിടക്കുകയും ചെയ്തു. വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ആക്രമിക്കാനായി മുരാസുരൻ വരികയും ഉടൻ തന്നെ ഭഗവാന്റെ ദേഹത്തു നിന്ന് ആയുധങ്ങളേന്തിയ ദിവ്യ തേജസ്സോടുകൂടിയ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശേഷം മുരാസുരനെയും സംഘത്തെയും വധിച്ച് ഭസ്മമാക്കി. ഈ ബഹളത്തിനിടയിൽ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണരുകയും മുൻപിൽ നിൽക്കുന്ന ദേവിയോട് "നീ ആരാണെന്ന്" ചോദിക്കുകയും ചെയ്തു. "ഞാൻ ഏകാദശി ദേവിയാണെന്നവൾ മറുപടി പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരം വേണമെന്ന് ചോദിച്ചു. അന്നേരം ഏകാദശി ദേവി ഇപ്രകാരം പറഞ്ഞു: "എന്റെ ദിവസം, അതായത് ഏകാദശി ദിവസം പുണ്യദിനങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള ദിനമായിരിക്കണം. അന്നേ ദിവസം കൃത്യനിഷ്ഠതയോടുകൂടി ഭക്തി ആദരപൂർവം വ്രതം എടുക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകവും ലഭിക്കണം" എന്ന് ആവശ്യപ്പെട്ടു. അതിൽ സന്തുഷ്ടനായ ഭഗവാൻ ദേവി ആഗ്രഹിച്ച വരം നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വപാപനാശവും മഹാപുണ്യവും അതുപോലെ ഭഗവാന്റെ ലോകത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് എത്തുവാനും സാധിക്കും. അതുകൊണ്ട് ഏകാദശി വ്രതം കൃത്യതയോടുകൂടി ഭക്തി ആദരപൂർവം നോൽക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐഹിക സുഖങ്ങളും ഭഗവാനിലേക്ക് എത്താനുള്ള അനുഗ്രഹവും ലഭിക്കും. ഇതാണ് ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിലേക്ക് എഴുന്നള്ളും എന്നാണ് വിശ്വാസം. ദേവേന്ദ്രനും മറ്റു ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളാൻ എത്തുമെന്നും വിശ്വാസമുണ്ട്. ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന സ്ഥാനപ്പേര് കരസ്ഥമാക്കി. 1000 അശ്വമേധ യാഗങ്ങൾക്കും 100 കണക്കിന് യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ ഒരംശം പോലും നന്മ വരികയില്ലെന്ന് നാരദ പുരാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.